കുറേ ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും എങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം ഒന്നും അറിയാത്തൊരു സ്റ്റേജിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം പെട്ടെന്നുള്ളൊരു സുപ്രഭാതത്തിൽ തോന്നിയൊരു തോന്നലിലാണ് ഞാൻ എൻ്റെ ഡ്രീമിനെ ചേസ് ചെയ്ത് എൻ്റെ പാഷൻ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങിയത്. അല്ലാത്ത എൻ്റെ ഒരു ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഷുട്ടു ആൻഡ് മമ്മ എന്ന പേരിൽ ഞാൻ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു തോന്നലിലങ്ങ് തുടങ്ങി. അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് ഇതിനോടൊക്കെ എന്തുമാത്രം ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീട് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു സുപ്രഭാതത്തിൽ തന്നെയാണ് എൻ്റെ അടുത്തൊരു ഡ്രീമായ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷനിൽ വന്നത്. ഒന്നുകിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി ബ്രാൻഡ്. ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ കണ്ണും പൂട്ടി നമ്മുടെ ജ്വല്ലറി ബ്രാൻഡ് അങ്ങ് ഷൂട്ട് ചെയ്തു. അപ്പോഴും ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. ഇത് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കാം, ഇതൊക്കെ എൻ്റെ മുന്നിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഒരു 1-2 മാസം ഞാൻ ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്ന് പഠിച്ചും എല്ലാവരുടെ അടുത്ത് ചോദിച്ചും മനസ്സിലാക്കിയും എങ്ങനെയാണ് ഞാൻ ആ ഒരു ലക്ഷ്യത്തിലെത്തുക നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഓവറായിട്ട് ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതിനുള്ള എല്ലാ വഴികളും നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നു പറയുന്നത് വെറുതെയല്ല. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാ കാര്യങ്ങളും എൻ്റെ വഴിയിൽ തന്നെ വന്നു എന്ന് വേണം പറയാൻ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാം ഒരു ഐഡിയ മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. എങ്ങനെ തുടങ്ങാം, എന്ത് ചെയ്യാം, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം, അതൊക്കെ ജസ്റ്റ് ഒരു സീറോയിൽ തുടങ്ങിയ ഒരു ഐഡിയ മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കാര്യങ്ങൾക്കൊത്ത് വന്നപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിന്, അല്ലെങ്കിൽ എൻ്റെ ഒരു വലിയൊരു സ്വപ്നത്തിന് ഒരു ചെറിയ തുടക്കം അത്ര മാത്രമായി മാറി. അപ്പോൾ നിങ്ങൾ ഓരോ ആൾക്കാരും തന്ന സപ്പോർട്ടിൻ്റെ കാര്യം പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. തുടങ്ങിയ സമയത്ത് ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമോ, ഇതൊക്കെ ശരിയാകുമോ, ഇതൊക്കെ സക്സസ് ആകുമോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ടെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടെൻഷൻ. ഒരു ദിവസം ഒരു ഓർഡറെങ്കിലും കിട്ടുക എന്നുള്ളത് ഒരു ലക്കായിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ഇതുവരെ ചൂസ് ചെയ്തില്ലെങ്കിൽ ഒട്ടും വൈകണ്ട, പെട്ടെന്ന് തുടങ്ങുക.